ഹായ് ഓൾ, എല്ലാവർക്കും പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഇത് 7-day ചലഞ്ചസിൻ്റെ 6th ഡേ ആണ്. പോസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് എപ്പോഴും നമ്മളിപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോഴും ഇപ്പോൾ ലാപ്ടോപ്പ് ആയാലും യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴും ഒരു സാധനം എടുത്തുയർത്തുമ്പോഴും ഇപ്പോൾ കിടക്കുമ്പോഴും നമ്മൾ സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുമ്പോഴും നിവർന്ന് കിടക്കുമ്പോഴും ഒക്കെ നമ്മുടെ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന പോലെ സ്പൈനൽ കോഡ് എപ്പോഴും സ്റ്റഡി ആയിട്ട് വയ്ക്കുക, കാലുകളും സ്റ്റഡി ആയിട്ട് വയ്ക്കുക. കൂടുതലും നമ്മൾ സ്പൈനൽ കോഡാണ് എപ്പോഴും ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞ് ഇരിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് ഈ ഫോൺ യൂസാക്കുന്നതാണ് ഇപ്പോൾ മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്. നമ്മളെപ്പോഴും ഒരിടത്തിരുന്നിട്ട് ഫോണ് നമ്മളെ ലാപ്പിൽ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മളെപ്പോഴും ഫോൺ യൂസാക്കാറ്. അപ്പോഴേക്കും ഇങ്ങനെ വളഞ്ഞ് വന്നിട്ട് അത് ഭയങ്കര നമ്മുടെ ഭാവിയിൽ നടുവേദന, ഭയങ്കരമായ ബാക്ക് പെയിൻ, കഴുത്തിന് സ്ട്രെയിൻ, കൂന് ഇതൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ കണ്ണിനും പ്രശ്നമാണ്. എപ്പോഴും കണ്ണിൽ നിന്നും അപ്പോൾ അയാൾ ഫോൺ പിടിച്ചിരിക്കുന്നുണ്ടല്ലേ, കണ്ണിന് നേർക്കായിരിക്കണം. എപ്പോഴും നമ്മുടെ കാഴ്ച എപ്പോഴും കണ്ണിന് നേർക്കായിരിക്കണം. അത് കുനിഞ്ഞിങ്ങനെ നോക്കിയാലും അത് ഭയങ്കര കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, നടുവിന് സ്ട്രെയിൻ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയാണ് ഫോൺ യൂസാക്കേണ്ടത്. എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഫോൺ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഒരിടത്ത് മേശപ്പുറത്ത് കറക്റ്റായിട്ട് ഫോണൊന്ന് നമുക്ക് നമ്മുടെ കണ്ണിന് പാരലായിട്ട് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ പോലും ഒരിടത്ത് കറക്റ്റായിട്ടൊന്ന് വെച്ച് ഒന്ന് ഫോൺ സ്റ്റാൻഡ് ചെയ്ത ശേഷം കാണുക. അതാണ് ബെറ്റർ. കൂടുതലും ഇരുന്ന് ഫോണിങ്ങനെ ലാപ്പിൽ വെച്ചിട്ട് മടിയിലിങ്ങനെ വെച്ച് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് നോക്കുന്നത് ഭയങ്കര ഭാവിയിൽ നമുക്ക് വളരെ ഡേഞ്ചറാണ്. അതുപോലെ നടക്കുമ്പോഴും ബോഡി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. കഴുത്തെപ്പോഴും സ്ട്രൈറ്റായിട്ട് വയ്ക്കുക. നടക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. നമ്മളെ കഴുത്തെപ്പോഴും ഇങ്ങനെ നമ്മളെ ഫസ്റ്റ് പിക്ചറിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒരു കൂന് പോലെ, ബാക്കിലൊരു കൂന് പോലെ വന്നിട്ട് കഴുത്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വയ്ക്കും. അങ്ങനെയല്ലാതെ സ്ട്രൈറ്റായിട്ട് നിൽക്കുക. നടക്കുമ്പോഴും അത് തന്നെ. ഓക്കെ, ആ കൂന് പോലെ വരരുത്. കഴുത്ത് കറക്റ്റായിട്ട് പിടിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നതും നടക്കുന്നതും ഓക്കെ ആവും. ഇരിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ചെയറിൽ ഇങ്ങനെ നിവർത്തി വെച്ച് കഴുത്തും ഇതുപോലെ ഉയർത്തി വെച്ച് ഇരിക്കുക. ഫുഡ് കഴിക്കുമ്പോഴും അതുപോലെ തന്നെ. കിടക്കുന്ന സമയത്തും കണ്ടില്ലേ, കറക്റ്റ് പൊസിഷനിൽ കിടക്കുക. ഇങ്ങനെ വളഞ്ഞ് ചുരുണ്ട് കൂടിയൊന്നും കിടക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഇതിന് പ്രധാനമായിട്ടൊരു പങ്കുണ്ട്. നമ്മുടെ ചക്രാസൊക്കെ അലൈൻമെൻറ്റിലേക്ക് വരാനായിട്ട് ഈ ബോഡി പോസ്ചർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്താനായിട്ട് ബോഡി പോസ്ചർ ഹെൽപ്പ് ചെയ്യും. ട്രൈ ചെയ്ത് നോക്കൂ.